അപ്പോൾ ഹിൽവുഡിൻ്റെ ഒരു പ്രത്യേകത എന്താ പറയുക, ഇന്ത്യയിലെ ആദ്യത്തെ ട്രീറ്റഡ് ആയിട്ടുള്ള ഹാർഡ്വുഡ് ബ്രാൻഡാട്ടോ ഹിൽവുഡ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഹിൽവുഡാണ്. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഹാർഡ്വുഡ് ബ്രാൻഡാണ് ഹിൽവുഡ്. അപ്പോൾ ഇത് നമ്മുടെ കോഴിക്കോടാട്ടോ, കോഴിക്കോടാണ് ഇവരെ മെയിൻ ബ്രാഞ്ച് വരുന്നത്. അത്യാവശ്യം നല്ല ഡെൻസിറ്റി കിട്ടുന്ന ഒരു മരം കേട്ടോ. തേക്കിനെക്കാട്ടി കൂടുതൽ ഇതിന് ഡെൻസിറ്റി ഉണ്ട് എന്നുള്ളതാണ്, അതുകൊണ്ടാണ് ഇത് കുറച്ചും കൂടി ലൈഫ് കിട്ടുന്നത് ഇത്. അപ്പോൾ ഇത് ഇന്തോനേഷ്യയിൽ ഹിൽവുഡിൻ്റെ തന്നെ ഫാക്ടറി ഉണ്ട്. അവിടുന്ന് ഫുൾ പ്രോസസ്സ് ചെയ്തിട്ട് ട്രീറ്റൊക്കെ ചെയ്തിട്ട് കേരളത്തിലേക്ക് വരണതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മരം മെർബോ എന്ന് പറഞ്ഞൊരു മരമാണ് വരുന്നത് കേട്ടോ. അവിടെ കാണുന്ന ഒരു മെർബോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരമാണ് ഈ ഒരു ഹിൽവുഡിൽ ഉപയോഗിക്കുന്ന ഈ ഒരു മരം. അപ്പോൾ നിങ്ങളെ സ്വപ്ന ഭവനത്തിൽ മരം ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, മരം മാത്രം ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ധൈര്യമായിട്ട് കേടുകൂടാതെ എത്ര കാലം വേണമെങ്കിലും കേടുകൂടാതെ വെക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് നമ്മൾ ഈ ഒരു ഹിൽവുഡിൻ്റെ മരം വെക്കുക എന്നുള്ളത്. ഈ സ്റ്റെയർ കയറി വരുന്നിടത്ത് അവിടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡോർ കം വിൻഡോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിൻഡോയിൽ തന്നെ ഡോറാക്കി മാറ്റിയിട്ടുണ്ട്. ഇത് സാധാരണ സ്റ്റീലിലൊക്കെയാണ് ചെയ്ത് കണ്ടിട്ടുള്ളത്. ഇത് മരത്തിൽ തന്നെ ഇതുപോലെ ഗ്രില്ല് ചെയ്തിട്ട് നല്ലൊരു വെറൈറ്റി ആയിട്ട് ഫുള്ളായിട്ട് മരത്തിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു വിൻഡോ ഡോറ് രണ്ടും കൂടി ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മളൊരു ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് വരുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ. അപ്പോൾ അവിടെയും ചെയ്തിട്ടുള്ള ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ളത്. ഈ ഒരു വിൻഡോ ഫുള്ളായിട്ട് നല്ല കട്ടിയുള്ള മരത്തിലായിട്ടത് ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത്. ഏകദേശം 20 അടിയോളം വരുന്ന വലിയൊരു വിൻഡോ ആണ്. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വിൻഡോകളൊക്കെ, ഇത്രയും വലിയ വിൻഡോകളൊക്കെ ഒറ്റ തടിയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഹിൽവുഡിൻ്റെ മരത്തിൽ തന്നെ ചെയ്യണം കേട്ടോ. സാധാരണ ഇതുപോലുള്ളതൊക്കെ ചെയ്യുമ്പോൾ ജോയിൻ്റ് ആയിട്ട് ചെയ്യേണ്ടതുണ്ട്. ഇത് മൊത്തമായിട്ട് ഒറ്റത്തടിയിലാണ് ചെയ്തതെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ആയിട്ടുള്ളത്. ഇതാ എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു വലിയ വിൻഡോൻ്റെ വലിപ്പം നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? അത്യാവശ്യം വലിയൊരു വിൻഡോ കേട്ടോ. ഏകദേശം ഒരു 14 അടിയിൽ കൂടുതൽ വരുന്ന ഈ ഒരു വലിയ വിൻഡോ ഉണ്ടല്ലോ, മരത്തിലാണ് ചെയ്തത്. മരത്തിൽ ഇത്രയും വലിയ വിൻഡോ ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട്. അത് വളഞ്ഞു പോകും, കേടൊന്നു പോകും എന്നുള്ളൊരു ആശങ്ക ഉണ്ടെങ്കിൽ ആ ആശങ്ക അസ്ഥാനത്താട്ടോ. ഹിൽവുഡ് 25 വർഷം വാറണ്ടി നൽകുന്ന വിൻഡോ ആണിത്. ഈ ഒരു മരത്തിനൊക്കെ 25 വർഷമാണ് വാറണ്ടി നൽകുന്നത്. ഇത്രയും ഇതുപോലുള്ള വെറൈറ്റി വിൻഡോകളൊക്കെ നമ്മൾ സ്റ്റീലിലോ WPCയിലൊക്കെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് കരുതുന്ന വിൻഡോകളൊക്കെ മരത്തിലും ചെയ്യാൻ പറ്റും. അതും ഒറ്റ തടിയിൽ, ഇതൊരൊറ്റ തടിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മുന്നിലെ വാതിൽ എന്ന് പറയുമ്പോൾ ഇതാണ് വലിയൊരു വാതിൽ. മുന്നിലെ വാതിലിന് ഈ 9 ഇഞ്ച് വീതി, 4 ഇഞ്ച് 9.4 വലിയ ഹൈറ്റ്, 10 അടി വരുന്ന ഹൈറ്റാണ്. ഫുള്ളായിട്ട് മരത്തിൽ ഇത് ആങ്കർ ബോട്ടിലായിട്ട് അത് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചെയ്താണിത് ഫിറ്റ് ചെയ്തിട്ടുള്ളതാണ്. മുന്നിലെ ദമ്മ് വാതിൽ ഒറ്റ തടിയിൽ ചെയ്തതെന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ വിൻഡോ ഒക്കെ ഉണ്ടല്ലോ ഫുള്ള് മരം. ചിലർക്ക് ഈ ഒരു മരത്തിൽ തന്നെ വേണമെന്നുള്ളൊരു മരം മാത്രം ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ ഫുള്ളായിട്ട് ഇതുപോലെ മരം വെക്കാൻ കാരണം. ഞാനിപ്പോൾ ഇത് ഹിൽവുഡിൻ്റെ കോഴിക്കോടുള്ള കമ്പനിയിലാണ്. നീരജ് ഇവിടെയാണ് ഇതിൻ്റെ സ്റ്റോറിംഗ് ഇവിടെയാണ്. നമുക്ക് കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാവർക്കും ഓരോ സൈസ് ആയിരിക്കും. 4, 2, 5, 2, 4, 2, 4, 3 അങ്ങനെ പല സൈസുകളായിരിക്കും. നമുക്ക് ഇവിടെ ഒരു 10-12ഓളം സൈസുകൾ തന്നെ ഇവിടെ സ്റ്റോക്ക് ചെയ്യാറുണ്ട്. പല രീതിക്കും പലർക്കും ആവശ്യമുള്ള സൈസുകൾ. അത് നീളത്തിൽ വ്യത്യാസം ഉണ്ടാവും. 1 അടി മുതൽ 14 അടി വരെ പല നീളത്തിൽ പല വീതിയിൽ. ഇപ്പോൾ ഭിത്തിയുടെ കനത്തിൽ അല്ലെങ്കിൽ ഒരു 12 ഇഞ്ചിൽ 1 അടി വീതിയിൽ 4 ഇഞ്ച് കനത്തിലൊക്കെ വരും. അങ്ങനെ പല സൈസുകൾ ആവശ്യമുണ്ടോ ആളുകൾ. എല്ലാ സൈസുള്ളത് ഇവിടെ ഉണ്ട് അല്ലേ? അപ്പോൾ കേരളത്തിലെ എല്ലാ ഡീലർമാർക്കും ഇവിടുന്നാണ് സപ്ലൈ പോകുന്നത്. നമ്മൾ അവിടെ കണ്ട ആ നീളത്തിലുള്ള മരങ്ങളാണല്ലേ അതൊക്കെ? ചെറിയ നീളത്തിൽ ഒറ്റ തടിയിൽ. ഇത് വളയില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അല്ല, അത് നമ്മൾ ആ വീടിന് കണ്ടല്ലോ, ആ വീട്ടില് നമ്മൾ ഇതിനു മുമ്പ് പോയ വീട്ടിലും ഏകദേശം 14 അടിയുള്ള ഹൈറ്റിലും വീതിയിലും 20 അടി 22 അടിയോളം ഒക്കെ അതൊക്കെ ഒറ്റ പീസിലായി. അത് വളയത്തൊന്നുമില്ല. ആ ഒരു മരത്തിന്റെ പ്രത്യേകത ഒറ്റത്തടിയായി വളരുന്ന നല്ല ഹൈറ്റ് ഉള്ള മരങ്ങളായിരിക്കും. നല്ല 100 വർഷം മൂപ്പത്തിയ മരം എന്ന് എടുത്തു പറയുന്നതിന്റെ മെയിൻ കാര്യം അതാണ്. നമുക്ക് അങ്ങനെ കസ്റ്റമേഴ്സിനെ കാണാനുള്ള സൗകര്യവും നമുക്കുണ്ട്. ഫോറസ്റ്റ് ആണ് അവിടെ? അതൊരു റെയിൻ ഫോറസ്റ്റ് എന്നാണ്. പപ്പു ഓറിജിൻ എന്ന് പറയുന്നത്, പപ്പു എന്ന് പറയുന്നത് ഒരു റെയിൻ ഫോറസ്റ്റ് ആണ്. അവിടെ നിന്നാണ് നമ്മൾ ഇന്തോനേഷ്യയുടെ മെയിൻലാൻഡിലേക്ക് ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് 100 വർഷം മൂപ്പത്തി നമ്മൾ പറയുന്നുണ്ട്. ഇത് കസ്റ്റമർക്ക് ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ കസ്റ്റമർക്ക് ഇത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി നമ്പർ വിളിച്ചാൽ നമ്മൾ ഡയറക്റ്റ് വീഡിയോ കോൾ ചെയ്യുക, കാണുക, മരം ഒന്ന് കാണാനും പറ്റും. അത്രയും വലിയ മരങ്ങളായിരിക്കും. അത് അത്രയും വലിയ മരങ്ങളായിരിക്കും. 100 വർഷം ഇത്രയും നീളമുള്ള പീസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ മരത്തിന്റെ സൈസ് നമുക്ക് ആലോചിച്ചാൽ അതെന്തായാലും അത്രയും മണ്ണുള്ള മരത്തിനെ കിട്ടത്തുള്ളൂ, വളവില്ലാതെ. ഒരുപാട് സൈസ്, ഒരുപാട് മരങ്ങൾ നമ്മളിവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കോഴിക്കോട് ഫറോക്ക് അല്ലേ ഇത് തന്നെ? കോഴിക്കോട് ഫറോക്ക് ചുങ്കത്താണ് നമ്മുടെ ഹെഡ് ഓഫീസ്. കേരളത്തിൽ ഏതൊരു കസ്റ്റമറും എവിടുന്ന് വിളിച്ചാലും അവിടെ തൊട്ടടുത്ത് അവർക്കൊരു ഡീലറുണ്ട്. ഇത് ഓയിൽ കണ്ടന്റ് വളരെയധികം കൂടുതലാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ ഏകദേശം 300ഓളം വീടുകൾക്ക് ഒരു മാസം പെർ മന്ത് ഏറ്റവും കുറഞ്ഞത് അത്രത്തോളം ഉപയോഗിക്കുന്ന മരമാണ്. കംപ്ലൈൻസ് ഉണ്ടാവില്ല. 25 വർഷം വരെ നിങ്ങൾ ഒരു വാറണ്ടി നൽകുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഹിൽവുഡിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ നിങ്ങളെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഈ വീഡിയോൻ്റെ താഴെ വെക്കുക, വിളിക്കുക, എന്ത് സംശയങ്ങൾ വേണമെങ്കിലും ചോദിക്കുക. ഇവരായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ മരം ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു മരം ഉപയോഗിച്ച് വീടുകളൊക്കെ മനോഹരമാക്കി എടുക്കുക. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരാം.